ഇവിടെ ഇപ്പോൾ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല, കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ സർക്കിള് പരിപാടിയിൽ പാട്ടുകൾ അവതരിപ്പിക്കാനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ചലച്ചിത്ര സംഗീത സംവിധായകൻ മണക്കാലം ഗോപാലകൃഷ്ണൻ സാറാണ്. സാറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ബെന്നിമാഷോടെ സൂചിപ്പിച്ചു. അതോടൊപ്പം നമ്മളിവിടെ നമ്മുടെ സംസ്ഥാന തലത്തിൽ മോണോ ആക്ടിൽ സമ്മാനം കിട്ടിയ മോണോ ടീച്ചറും ഇവിടെ എത്തിയിട്ടുണ്ട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടീച്ചറുടെ മോണോ ആക്ട് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ മാജിക് ഷോ അവതരിപ്പിക്കാൻ വേണ്ടി മാഷ് എത്തിയിട്ടുണ്ട്. പിന്നെ സംഗീത വിരുന്നൊരുക്കാൻ വേണ്ടി നമുക്ക് അഭിമാനമായ നമ്മുടെ സ്വാഗതഗാനം ഒക്കെ ആലപിക്കുന്ന നമ്മുടെ ജില്ലക്ക് തന്നെ അഭിമാനമായ മികച്ചൊരു സംഗീത ഗായകന്മാരുടെ ഒരു ടീം നമുക്കിവിടെ ഉണ്ട്. അവരുടെ സംഗീത പരിപാടി നമുക്കിവിടെ ആസ്വദിക്കാം. ഏതായാലും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ മണക്കാലം ഗോപാലകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇങ്ങനൊരു പരിപാടി പങ്കെടുക്കുന്നത്. കാരണം ഞാനും ഇതിൻ്റെ ഭാഗമായിരുന്നു. SCR വരുന്നതിന് മുമ്പ് തന്നെ ഈ സംഘടനയായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എൻ്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ആയിട്ട് ഈ APSTA ലയന സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് എൻ്റെ അന്ന് മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ എൻ്റെ ബീഹാറിലെ മഹാരാഷ്ട്രയിലൊക്കെ അദ്ദേഹം മാസ്റ്റർ ട്രെയിനിങ് എന്നുള്ള ആ ഒരു ഇതിൻ്റെ NCR AEL എന്നുള്ള പ്രോജക്റ്റ് ഒരുപക്ഷെ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന വിഷയം നിങ്ങൾക്ക് പലർക്കും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിൽ പരിശീലനത്തിൽ പങ്കെടുത്തവർ കാണും. അത് ഉൾക്കൊണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് ഒരു പക്ഷേ സംശയമുണ്ട്. അധ്യാപക സമൂഹത്തിൽ നമ്മുടെ ഒരു പക്ഷേ ഗവൺമെൻറ് അത് തകിടമറിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ആ പ്രോജക്റ്റ് വളരെയധികം മുന്നേറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ ബെന്നി സാറും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഒരു വലിയ നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് സമ്മേളനം ആരംഭിക്കുമ്പോഴും ഒരു കലാപരിപാടിയോടെ ആരംഭിക്കും. ഇവിടെ അതിന് നല്ലൊരു ടീം പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഗാനമേള പാടാൻ പാകത്തിന് എത്തിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം അവതരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അവരുടെ സമയത്തിനാണ് വില എന്ന് എനിക്ക്. കഴിവുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും നമുക്ക് ഈ ക്ലാസ് മുറിയിലെ നമ്മൾ കാണുന്ന അധ്യാപകരൊന്നുമല്ല, അതിലേറെ എത്രയോ കഴിവുള്ള അധ്യാപകർ, വേറെ എന്തൊക്കെ ആകാൻ കഴിയും അനന്തമായ ശക്തിയുള്ള അധ്യാപകരാണ് നമുക്കുള്ളത്. അതുപോലെ വിദ്യാർത്ഥികളായാലും സ്കൂളിൽ ചേരുന്നതിന് മുമ്പ്, സ്കൂളിൻ്റെ പടിവാതിൽ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 2 or 3 വയസ്സുള്ള സമയത്ത് കുട്ടികളോടൊന്ന് പറഞ്ഞു നോക്കിയത് നമ്മൾ ആടാൻ നൃത്തം ചേട്ടാൻ പറഞ്ഞാൽ എത്തുന്ന നമ്മുടെ പഴയ കാഴ്ചത്തിലേക്ക് അത് കുത്തി നിറച്ചിരിക്കുന്ന, മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ടെന്നുള്ളത് യാതൊരു തർക്കമില്ല. അങ്ങനെയുള്ള കുറച്ച് പേര് ഒരു പേര് നമുക്കുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവർക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ്. ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം പല സ്കൂളുകളിൽ പോകാനിടയായി. അപ്പോൾ അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും വികസിത രാഷ്ട്രങ്ങളെല്ലാം തന്നെ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്കൂളുകളിലെ അന്തരീക്ഷം വേറൊന്നാണ്. ജോലി പോകുമ്പോൾ അവരറിയുന്നില്ല ഇവിടുന്ന് ഒരു പൗരനെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെന്നുള്ളത്. അവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ പല വേണ്ടപ്പെട്ടവരും ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് വിദേശത്ത് ജോലിക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്കൂളിൽ പോകുന്ന കുട്ടി, അവരുടെ തലമുറയോ ഒരിക്കലും ഇവിടെ തിരിച്ചു വരിക. പഠിക്കാനൊക്കത്തില്ല. അവർ സ്വന്തം വരുമാനം ഉണ്ടാക്കി അവർ തന്നെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞൊരു കൾച്ചർ അമേരിക്ക കണ്ട ഒരു കാര്യം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരുടെ വീടുകളിൽ പോയി താമസിക്കുന്നത്. അതുപോലെ മക്കൾ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പഠിക്കുകയാണ്. പക്ഷെ അവർ ലിവിങ് ടുഗദറിലാണ്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് നാൾ ജീവിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെയുള്ള വിവാഹം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞു. കാരണം ചിലർ മദ്യപിക്കുന്നവർ കാണും, മയക്കുമരുന്നവർ കഴിക്കുന്നവർ കാണും. അത് ലേഡീസും ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും. മദ്യപിക്കുന്നവർ കാണും, മദ്യമയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവർ കാണും. വളരെ മോശമായ രീതിയിൽ പെരുമാറ്റ വൈകൃതങ്ങളുള്ളവരായിരിക്കും. സിഗരറ്റും ഇതൊക്കെ വലിച്ചിട്ട് ഇതെല്ലാം വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നവർ ഉണ്ടാവും.
ഇതെല്ലാം ഈ ഒരു വർഷത്തിനകത്ത് വെച്ച് അവർക്ക് മനസ്സിലാവും. അല്ലെ ഒരു ലിവിങ് ടുഗദറിന്റെ പീരീഡിൽ മനസ്സിലുണ്ട്. നമ്മളിവിടെ നാളെ നോക്കുന്ന പോലെ നക്ഷത്രം നോക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അറ്റാച്ച്മെന്റ്. എൻ്റെ ഒരു സുഹൃത്ത് ന്യൂയോർക്കിൽ താമസിച്ച ഒരു സുഹൃത്തിന് എൻ്റെ നാട്ടിൽ 4 ഏക്കർ പുരയുടെ വെറുതെ കിടക്കുകയാണ്. ഓഡിറ്റോറിയം എന്ത് സ്ഥാപനം നടക്കുന്ന രീതിയിലുള്ള നല്ല സ്ഥലം കിടക്കുക. അവിടെ വന്ന് താമസിക്കാനൊന്ന് ആഗ്രഹിച്ചാണ് ആള് വിദേശത്ത് ജോലിക്ക് പോയത്. ഭാര്യ നല്ല വരുമാനമുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവർ പെട്ടെന്ന് ക്യാൻസർ വന്ന് 2 വർഷം മുമ്പ് ഇവിടെ കിടക്കുന്ന വസ്തുവൊന്നും അവർക്ക് വേണ്ട, അവരിങ്ങോട്ട് വരുത്തില്ല. ഈ അച്ഛൻ ഭാര്യ മരിച്ചിട്ട് ആ വേദനയോടുകൂടി ഇപ്പം അവിടെ തുടരുകയാണ്. എന്ന് വെച്ചാൽ മക്കൾ ഇങ്ങോട്ട് വരില്ല, അവർക്കിത് വേണ്ടതല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ എത്രയോ സമ്പാദിച്ചു കൂട്ടിയവർ നമ്മുടെ രാജ്യത്തെ വേണ്ട, നമ്മുടെ രാജ്യത്തിന് നമ്മൾ പൗരത്വം ഇഷ്ടപ്പെടുന്നില്ല, അവിടുത്തെ ജീവിത രീതി ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊന്നും അല്ലാതെ നമുക്കൊരു നല്ല പൗരന്മാരാണ്, നല്ല പാരമ്പര്യമുള്ള, നല്ല മഹത്വമുള്ള ഒരു രാജ്യത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന പൗരന്മാരായി ആക്കി മാറ്റാൻ നമുക്ക് ഇവിടെ വളർന്നു വരുന്ന കുട്ടികളെ അതിന് വേണ്ട പരിശീലനം കൊടുക്കാൻ അധ്യാപകർക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഞാനൊരു ഈണം പറയാം, അങ്ങനെ കേൾക്കാൻ തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ശബ്ദത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പാടാത്തത്. ഇത് തിരിച്ചറിയാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് കഴിയും. ആദ്യത്തെ പ്രക്ഷേപണം തുടങ്ങിയപ്പോൾ വിദേശീയനായ ഒരു സംഗീതജ്ഞൻ വാട്ടർ കൗമാൻ, നിങ്ങൾ വെറുതെ ഗൂഗിളിൽ കയറി സിഗ്നേച്ചർ ട്യൂൺ എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു മണിക്കൂറോളം പഠിക്കാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. വിദേശീയനായ ഒരു സംഗീതജ്ഞൻ, അതായത് വാട്ടർ കൗമാൻ എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ ഇന്ത്യയിൽ വന്ന് ഭാരതീയ സംഗീതം പഠിച്ച് ഭാരതീയ സംഗീതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിവരഞ്ജിനി എന്ന് പറഞ്ഞ രാഗം, ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ 5 സ്വരങ്ങൾ മാത്രമുള്ള രാഗം. അത് സപ്തസ്വരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 സ്വരം ഉണ്ടാക്കാൻ കഴിയും. മേളകർത്ത രാഗാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, ഇങ്ങനെ അങ്ങോട്ട് പോയി 15ാമത്തെ മേളകർത്തായ മായാമാള പോലെ നമ്മളെല്ലാം ആദ്യ സമയത്ത് പഠിക്കുന്നത്. പിന്നെ നമ്മൾ 22 ഹരഹരപ്രിയ, 29ാമത്തെ ശങ്കരാഭരണം, 65ാമത്തെ മേജ കല്യാണി, 72 രസികപ്രിയ വരെയുള്ള 72 രാഗങ്ങൾ സരിഗമ പദനി, സനിതവ മകരി എന്ന് ആരോഹണ അവരോഹണം ക്രമമായിട്ട് അവരോഹണങ്ങളുള്ള 72 രാഗങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കാം. ആ രാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ നിന്ന് ജനിക്കുന്ന 10,000 രാഗങ്ങളിൽ ഒരെണ്ണമാണ് ഈ ശിവരഞ്ജിനി. അതിന് 5 സ്വരങ്ങളേ ഉള്ളൂ. ആ 5 സ്വരമുള്ള രാഗത്തിലെ ഒരു ഇൻസ്ട്രുമെന്റിൽ പ്ലേ ചെയ്യുമ്പോൾ സരിഗ പദ സദ പഗാരി സ ഗരിഗാരി സദ ഇതാണ് റേഡിയോയിലെ ഇന്ത്യയിലുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനുകളിലും ബോംബെയിൽ അന്ന് തുടങ്ങിയെങ്കിലും ഡൽഹിയിലെ, ചെന്നൈയിലെ, തിരുവനന്തപുരത്ത്, കൊച്ചിയില്, കണ്ണൂര്, എല്ലാ ആകാശവാണികളും, മംഗലാപുരം, ഏത് സ്റ്റേഷൻ എടുത്ത് പ്രക്ഷേപണ പരിപാടി ആരംഭിക്കുമ്പോഴും ഇപ്പോഴും ആ ഈണത്തിലാണ് തുടങ്ങുന്നത്. ശിവരഞ്ജിനി എന്ന് പറഞ്ഞാൽ ആ 7 സ്വരങ്ങളിലെ 5 സ്വരങ്ങൾ. അത് നിങ്ങൾ ഗൂഗിളിൽ കേട്ടുണ്ടാവും അല്ലേ? 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഇതെല്ലാം സാറിന്റെ കവിതയുടെ കാര്യം പറഞ്ഞപ്പോഴേ വിളക്കു കൈവശമുള്ളവനെങ്കും വിശ്വം ദീപമയം
വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേലമൃതമയം. പേശലമല്ലൊരു വസ്തു ഉലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര ചിന്തയിലെങ്കിൽ യോഗം. കേശലമല്ല ഒരു വസ്തുവും ഉലകിൽ പ്രേക്ഷകനില്ലെന്നാണ്. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യേശുദാസ് എത്ര നന്നായിട്ട് കേട്ടോ, നേരിട്ട് കേട്ടോ, അത് അവിടെ തെറ്റി, അവിടെ പോയി എന്ന് പറഞ്ഞാൽ ആ വീട്ടമ്മ പാടുമായിട്ടല്ല, പാടാൻ കഴിയാതെ പാടാൻ നമുക്ക് വോക്കൽ കോഡിന്റെ വോക്കൽ സാക്ക് നമ്മുടെ സ്വനപേടകം സ്വനതന്തുക്കളുടെ ഒക്കെ പ്രത്യേകത ഉണ്ട്. ചിലർക്ക് നന്നായിട്ട് പാടാൻ കഴിയും, ചിലർക്ക് പാടാൻ കഴിയില്ല. പക്ഷെ പാടാൻ കഴിയാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ, ഈ പാട്ടുകാരെക്കാൾ ജ്ഞാനമുള്ളവരുണ്ട് ഉള്ളിൽ, സംഗീതജ്ഞാനം. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ പറ്റി നമുക്ക് അളക്കാൻ കഴിയില്ല. നമുക്ക് എന്തെല്ലാം കഴിവുകൾ കാണുമെന്ന് അറിയാമോ? എത്രയോ അധികം കഴിവുകൾ നമ്മുടെ ഉള്ളിൽ കാണും. അത് നമ്മൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടോ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടോ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരുപാട് പേര്, നമുക്ക് എന്തെല്ലാം കഴിവുണ്ട് നമ്മുടെ ഉള്ളിൽ അറിയാം. നമുക്ക് പ്രസംഗിക്കാൻ കഴിയുമായിരിക്കും, ചില പ്രസംഗിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് പ്രസംഗിക്കാൻ പ്രാസംഗികരാകുന്നില്ല. ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരുപാട് പേര് വെളിയിൽ വരാത്തവരുണ്ട്, പാടാൻ കഴിവുള്ള ഒരുപാട് പേര് പാടാത്തവരുണ്ട്, പാട്ട് പാടാൻ കഴിയാത്ത ഒരുപാട് അധ്യാപകരുണ്ട്. പാട്ടിനെ പറ്റി തിരിച്ച് ഞാൻ മാവേലി കൊടുത്തു. സംഗീതം പഠിച്ച, സംഗീത കോളേജിൽ പഠിച്ചവരിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100 ചലച്ചിത്ര ഗാനങ്ങളുടെ രാഗം മനസ്സിലാക്കാനായിട്ട് എഴുതി കൊടുത്തപ്പോൾ കഴിഞ്ഞ ആൾക്കാർക്ക് പലർക്കും പല സിനിമാ ഗാനങ്ങളിലെയും രാഗം അറിഞ്ഞുകൂടാ. ഞാൻ സംഗീതകാരെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ മാവേലിക്കൽ ട്രസ്റ്റിയിലുണ്ടായിരുന്ന പ്രസന്നകുമാർ എന്ന് പറഞ്ഞൊരു DTO ആയിട്ട് പ്രസന്നകുമാർ എന്നായിരുന്നു അദ്ദേഹം ഒരു വരി പോലും പാടാനുള്ള കഴിവില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏത് സിനിമാ പാട്ട് കേട്ടാലും അത് ഏത് രാഗമെന്ന് പറയും. അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, അദ്ദേഹം കമ്പ്യൂട്ടറിൽ ഒരു പ്രിന്റ് എടുത്തു തന്നു. ഞാൻ എൻ്റെ തീസിസിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 2 പേജ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ തീസിസ്, എൻ്റെ ഒരു ഇന്റർഡിസിപ്ലിനറി തീസിസ് ആയിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ 2 ഗൈഡായിരുന്നു എനിക്ക്. ഡോക്ടർ പോപ്പുലർ കണ്ണൂർ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ AK നമ്പ്യാർ സാർ, സംഗീതജ്ഞയായിരുന്ന ഡോക്ടർ K ഓമനക്കുട്ടി ടീച്ചർ, 2 ഗൈഡായിരുന്നു. സംഗീതത്തിൽ ഓമനക്കുട്ടി ടീച്ചറായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു തീസിസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അതിന് 2 പ്രയോജനപ്പെട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീസിസ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രബന്ധം തയ്യാറാക്കുന്നത്. അപ്പൊ അതില് ഞാനിപ്പോ ഈ രാഗത്തിന്റെ കാര്യം പറയാം, ശിവരഞ്ജിനി രാഗത്തിന്റെ കാര്യം പറയാൻ തുടങ്ങിയത്. നമ്മുടെ റേഡിയോയിലെ സിഗ്നേച്ചർ ടൂൺ, അത് ശിവരഞ്ജിനി രാഗം എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഈ 7 സ്വരങ്ങളും എന്ന് പറയുന്ന ഗാനം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, ശിവരഞ്ജിനിയാണ് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് രാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സിനിമപ്പെട്ട പറയാം. ആത്മവിദ്യാലയമേ മാനസ സഞ്ചരേ ബ്രഹ്മണി മാനസ സഞ്ചരേ. ഈ 2 ഗാനാസ്വാദനത്തിന്റെ 10 മടങ്ങ് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ സംഗീത ആസ്വാദന ശേഷി എത്രയോ 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ള ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒരുപാടുണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ സമയം കൊണ്ടെടുക്കുന്നില്ല. സമുദ്രം തിരതലി ആനന്ദ ഭൈരവി. ഇത് ആ രാഗത്തിന്റെ പേര് ആനന്ദഭൈരവി. മാലകൾ ചാത്തി ഗുരുവായൂരപ്പ. ഈ പാട്ട് ശബരിമലയിൽ തങ്ക സൂര്യോദയം സംഗമപുലരിയിൽ. ഈ ഗാനങ്ങളെ സത്യത്തിൽ ആനന്ദഭൈരവി എന്ന് പറഞ്ഞ രാഗം നമ്മൾ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് ആസ്വദിക്കാൻ കഴിഞ്ഞാലുള്ള നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് മെച്ചമുണ്ട്. നമ്മുടെ കൊണ്ടുവരാനായിട്ട് ഈ ആസ്വാദനം കഴിയും. ആസ്വാദനം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പരിപാടിയുടെ തുടക്കത്തിൽ ഇതുപോലൊരു ഭാവദായകം
മുതൽ പ്രോഗ്രാം ടൈറ്റിലിട്ട് ചെയ്തത് വലിയൊരു വിവേക ബുദ്ധിയോടുകൂടി വലിയ വിവേകശാലികളായപ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വൈകാരിക മേഖലയെ ഉത്തേജിപ്പിക്കുക. നമ്മുടെ IQ, EQ, SQ ഉണ്ടല്ലോ, അതില് ഈ ഡാനിയൽ ഗോൾമാൻ അമേരിക്ക നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞ കാര്യമാണ്. IQ ഉള്ളവരെയും EQ ഉള്ളവരെയും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തിയതിൽ ഈ IQ കൂടിയ പല ആൾക്കാരുടെയും ജീവിതം, കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും വ്യക്തിപരമായ ജീവിതം എല്ലാം പരാജയത്തിലാണ്. ഒരു 5 നോക്കിയറിയാൻ 2 കല്യാണം കഴിച്ചവർ, 3 കല്യാണം കഴിച്ചവർ, അവരുടെ മുഖ്യമന്ത്രിയായിട്ട് ചേരാത്തവർ, ഒരു മന്ത്രിമാരും പറയുന്ന അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർ. ഇപ്പൊ തന്നെ ഇന്ന് കേൾക്കാറുണ്ട് IAS-കാരുടെ വഴക്കുകൾ, IAS-കാരെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അത് സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ. ഇതെല്ലാം ഈ IQ കൂടിയ ആൾക്കാരല്ല നമ്മൾ കാണുന്നത്. അവരിലുണ്ടാകുന്ന പല പല വൈകല്യങ്ങൾ നമുക്ക് പറയുന്നത് ശരിയല്ല എങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ജീവിതം പരാജയപ്പെടുന്നതിന് കാരണം ഈ IQ ഉള്ളവർക്ക് EQ ഇല്ല എന്നതാണ്. ഇമോഷണൽ കോഷ്യൻ്റാണ് ഒരാളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്, വിജയിപ്പിക്കുന്നത്. ജീവിത വിജയത്തിന് വേണ്ട പരിപാടികളാണ് ഇതുപോലുള്ള ആസ്വദിക്കാനുള്ള ശേഷി നേടുക എന്നുള്ളത്. ആസ്വദിക്കാൻ നമ്മൾ വളരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ. നമ്മൾ ഉറക്കമുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കും, ഡോക്ടർ ചെയ്യുന്നത്. ആ ഉറക്കമുള്ളതിന് സമാനമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ആസ്വാദന ശേഷി. ആസ്വദിക്കാൻ കഴിയുന്നവർ നിങ്ങൾ മതിമറന്ന് ചിലപ്പോൾ ഇരുന്ന് പോകും. ഒരു ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ നല്ല ക്ലാസ്സാണെങ്കിലും നമ്മൾ മതിമറന്നിരുന്ന് പോകും. എനിക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെല്ലടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അത് പഠിപ്പിക്കുന്നവർക്കും അങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് നമ്മൾ ആസ്വദിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ബെല്ലടിച്ചാൽ നമുക്ക് ഇത്ര സമയമായോ എന്ന് തോന്നും. സമയത്ത് നമ്മൾ വാച്ച് നോക്കത്തില്ല. അല്ല എങ്കിൽ നമ്മൾ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ സാർ ഇതൊന്ന് നിർത്തിയെങ്കിൽ എനിക്ക് ആനുള്ള പാടായിരുന്നു, അത് കേൾക്കായിരുന്നു എന്ന് വിചാരിച്ച് കൂടെ വായിച്ചു നോക്കും അല്ലേ? നമുക്ക് വിയർപ്പും കൂടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എത്ര കഠിനമായ പ്രവൃത്തിയാണ്. അതിൽ നമ്മൾ ലയിച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് ഇരട്ടി ഫലമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് നമ്മൾ ലയിച്ച് 100% അതിനകത്ത് ലയിക്കുകയാണെങ്കിൽ, നമ്മൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് മാറി കിട്ടും. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ BP കൂടുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സാണ്. നമ്മളെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാനില്ല. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒരു തുല്യതയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വൈകാരിക ബുദ്ധിയെ വളർത്തേണ്ടതാണ്. വൈകാരിക ബുദ്ധിയെ IQ എന്ന് പറയുന്നത് വൈകാരിക മാനം. IQ ബുദ്ധിമാനമാണെങ്കിൽ ഇമോഷണൽ കോഷ്യന്റിനെ നമുക്ക് ഉത്തേജിപ്പിക്കേണ്ടതാണ് EQ. ഈ വൈകാരിക മാനത്തെ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം സമ്പന്നമാവും, ജീവിതം വിജയിക്കത്തുള്ളൂ. അപ്പം IQ-നോടൊപ്പം EQ, SQ അതുവഴി നമുക്ക് സാമൂഹ്യവൽക്കരണത്തോടെ സമൂഹത്തിലെ എല്ലാ പരിപാടികളിലും ഇടപെടാനും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനും അതിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരുമായിട്ടും ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിത്വ വൈശിഷ്ട്യത്തിന് ഉടമയാക്കിയത്. അപ്പം അങ്ങനെ അവരെ ആ രീതിയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല, എനിക്കറിയാം. ഗാനമേള കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്, ഗാനമേള പാടാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മഞ്ഞലയിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക മാത്രം കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരില് സത്യത്തിൽ ഈയിടെ എനിക്കും അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ 10 പാട്ട് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. എനിക്ക് വളരെ
അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം 2016. നമുക്കറിയാമെങ്കിൽ ഈ സ്കൂൾ പ്രവേശന ഗാനങ്ങൾ ആകർഷണീയമായി ഒരു പിന്നണി ഗായകരെ കൊണ്ട് പാടിക്കുക എന്നൊരു തീരുമാനം എടുത്തത് ഞങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റിയായിരുന്നു. CRTയിൽ ഞങ്ങൾ കൂടി 4 ദിവസക്കാരുമായിട്ട് ആലോചിച്ച് 2014 ആദ്യം ജി വേണുഗോപാലിനെ കൊണ്ട് പുഞ്ചിരിമല വിരിക്കും പൂത്തുമ്പികളെ എന്ന ജയ് വേണുഗോപാലിന്റെ പാട്ട്, തൊട്ടടുത്ത വർഷം മധുബാലകൃഷ്ണനെ കൊണ്ട് പുതിയൊരു പുലരി പിറന്നു പുഞ്ചിരി പൂക്കൾ വിടർന്നു അത് 2015 പാടി. 2016 പി ജയചന്ദ്രൻ പാടിയ അക്ഷര സൂര്യൻ ഉദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. ഇങ്ങനെ ഈ ഗാനങ്ങളെല്ലാം എൻ്റെ സംഗീത സംവിധാനത്തിൽ അന്ന് പാടിയതാണ്. മുഴുവൻ പാട്ടുകളും ചെയ്തിട്ടുള്ള ഞാനാണ്. യേശുദാസ്, പി ജയചന്ദ്രനും അപർണ ബാലമുരളി കൂടെ പാടിയ പാട്ടാണ്. സത്യചിത്ര പുരസ്കാരം കിട്ടുന്നതാണ്. മന്ദാരക്കാവിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതൊന്ന് ഗൂഗിൾ സെർച്ച് തുടങ്ങി ഒറിജിനൽ കേൾക്കാം. മന്ദാരക്കാവിൽ മഞ്ഞിൻ നീറൻ കാറ്റിൽ വന്നോ സിന്ദൂരം ചിന്നും പൊന്നായി നീയാമ്പൽ പോലെ നീ തീനാളം പോലെ വന്നോ തിങ്കൾ പൊൻ തങ്കത്തേരിൽ നീ ഈരാവാകെ കഴുകിടാ മഴവിടലാൽ ഈ മലരടി വരികയിലൊരു ഈരാവാകെ മിഴികളാൽ കഥ പറയാം ഒരു കുറിമഴയിൽ നനയുക സുഖമായി അടിമുറിയാടാം മനസ്സിലെ മധുരിമകൾ നിറയ്ക്കുമീ രോമാഞ്ചം ഒരൊറ്റ മാതൃക വിരട്ടലോടെ ഉണർന്നു വന്നായോ ഉന്താരക്കാവിൽ ഇങ്ങനെ തുടങ്ങുന്ന ഈ ഗാനം പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണക്കാല സാർ. അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ്, ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണനാണ്. ഇദ്ദേഹത്തിന് ഏതിലാണ് ഡോക്ടറേറ്റ് എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ ആലോചിക്കുകയാണ്. സംഗീതത്തിലായിരുന്നു അല്ല മറ്റേ വിഷയങ്ങളായിരുന്നു. എന്തായാലും ലയിച്ച് ചെയ്യുന്നതൊക്കെ കലകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പാഠത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഏത് പ്രവൃത്തിയായാലും നമ്മൾ എത്ര തന്നെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ലയിച്ചാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊരു കലയായി മാറും. അങ്ങനെയുള്ള കലാകാരൻ, ഉത്തമനായ കലാകാരൻ തന്നെയാണ് ഒരു അധ്യാപകൻ എന്ന് അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിൽ തെളിയിച്ചു മനസ്സിലാക്കിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സായാഹ്നത്തിൽ ഏതാണ്ട് വൈകുന്നേരമായി ഈ ഒരു സമയത്ത് ഇവിടെ എത്തി അല്പസമയം സംഗീതത്തിൻ്റെ ചിറകിലേറ്റ് ഞങ്ങളെയൊക്കെ ഉയരത്തിലേക്ക് പറത്തിക്കൊണ്ടുപോയതിന് ശ്രീ മണക്കാല ഗോപാലകൃഷ്ണൻ സാറിന് KPST കാസർഗോഡിൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അനിൽ നീലാംബരിക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയുടെ സ്വാഗത ഭാഷണം നടത്തിയ വിജയൻ ശങ്കരപ്പാടി, ഈ വേദി അലങ്കരിച്ച മുഴുവൻ ഭാരവാഹികൾക്കും ഇവിടെ ശ്രോതാക്കളായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ഈ അധ്യാപകർ ഒക്കെ നേടുന്നതിന് ഈ കലയെ ഉപയോഗിക്കുന്നതിന് ക്ലാസ്സുകളിലെ ചലിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ
പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.